ഹലോ ഫ്രണ്ട്സ്, വണ്ടി മാരുതി സിയാസ് ആണ്. സിയാസ് 2015 മോഡൽ വണ്ടിയാണ്. വണ്ടി ഏകദേശം 57,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. പക്ഷേങ്കിൽ ഇതിൽ കംപ്ലൈൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റും സെക്കൻഡും ഗിയർ ഒട്ടും തന്നെ വീഴുന്നില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഫസ്റ്റിന്ന് സെക്കൻഡ് ഇടുമ്പോൾ ഓക്കെ കുഴപ്പമില്ല, നമുക്ക് തേർഡിന്ന് സെക്കൻഡിലേക്ക് ഇടുമ്പോഴാണ് ആ ഒരു ടൈറ്റ് ഇതിനകത്ത് നല്ലവണ്ണം ഫീൽ ആകുന്നത്. അതുപോലെ തന്നെ സെക്കൻഡിന്ന് ഫസ്റ്റ് ഇടുമ്പോഴും ആ ഒരു ടൈറ്റ് നല്ലവണ്ണം നമുക്ക് ഫീൽ ആവും. അപ്പോൾ നമ്മൾ ആദ്യം സെക്കൻഡ് ഇട്ടിട്ട് വേണം പിന്നെ ഫസ്റ്റിലേക്ക് പോകാൻ, എന്നാലേ അത് കറക്റ്റായിട്ട് വീഴുള്ളൂ. നല്ല ടൈറ്റാണ്. ടൈറ്റ് പറഞ്ഞാൽ വീഴില്ല, ഗിയർ വീഴില്ല, ആ ഒരു അവസ്ഥയിലാണ് നിൽക്കുന്നത്. അപ്പോൾ എനിക്ക് ഇതിൽ മെയിനായിട്ട് കംപ്ലയിൻറ്റ് സിങ്ക്രൊണൈസർ റിങ്ങിൻ്റെ കംപ്ലയിൻറ്റ് ഫോൾട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റും സെക്കൻഡിൻ്റെയും ഹബ്ബോട് കൂടിയിട്ട് മാറ്റി വിടുന്നതായിരിക്കും കുറച്ചുകൂടെ ബെറ്റർ, എന്നാലേ അത് പക്കാ ക്ലിയർ ആവുള്ളൂ. സ്ഥിരം ഈ സ്വിഫ്റ്റിന് അതുപോലെ സിയാസിന് ബ്രീസ ഇങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ഈ കംപ്ലയിൻറ്റ് സ്ഥിരം കാണാറുള്ളതാണ്. നമ്മൾക്ക് ഇനിയിപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പക്ക ക്ലിയർ ആവും. സിങ്ക്രൊണൈസർ റിങ്ങിൻ്റെ കംപ്ലയിൻ്റാണ് കൂടുതലും വരുന്നത്. നമ്മളിങ്ങനെ ആക്കുമ്പോൾ സെക്കൻഡിലേക്ക് ഇടുമ്പോൾ വീഴില്ല, ഒട്ടും തന്നെ വീഴില്ല. പിന്നെ നമ്മൾ നിർത്തി ന്യൂട്രാക്കി അങ്ങനെയൊക്കെ ഇടുമ്പോഴാണ് പിന്നെ അത് എൻഗേജ് ആവുന്നത്, അല്ലാതെ എൻഗേജ് ആവില്ല അത്. അപ്പോൾ എന്തായാലും നമുക്ക് ഗിയർ ബോക്സ് ഇളക്കിയെടുക്കാം, എന്നിട്ട് ഫുള്ളായിട്ട് പിരിച്ചിട്ട് നമുക്ക് അതിൻ്റെ സിങ്ക്രൊണൈസർ റിങ് മാറ്റി വിടാം. നമ്മൾ സിയാസിൻ്റെ ഗിയർ ബോക്സ് കംപ്ലീറ്റ് ആയിട്ട് ഇളക്കിയിട്ടുണ്ട്. ഇതിലിപ്പോൾ കംപ്ലയിൻറ്റ് വന്നിരിക്കുന്നത് ഫസ്റ്റ് സെക്കൻഡ് സിങ്ക്രൊണൈസർ റിങ് ആണ്. അപ്പോൾ നമ്മളത് ഇളക്കി വെച്ചിട്ടുണ്ട്. ഇതാണ് ഫസ്റ്റ് സെക്കൻഡ് സെയിം ആയിരിക്കും സിങ്ക്രൊണൈസർ റിങ്. ഇതുണ്ടല്ലേ, ഇവിടെ ഈ കട്ടിങ് ഫുള്ളായിട്ട് വന്നിരിക്കുന്നത്, തേയ്മാനം വന്നിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ ഗിയർ വീഴാത്തത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് പൊസിഷനിൽ ഈ ടീത്ത് വന്ന് നിൽക്കില്ല. ആ നിൽക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് ഗിയർ കറക്റ്റായിട്ട് ആകാത്തത്. ഈ ഗ്രൂവിൽ തന്നെ, ഈ 3 കാണുന്ന ഗ്രൂവിൽ തന്നെ കറക്റ്റ് വന്ന് നിന്നാൽ തന്നെ, അതിൻ്റെ ലോക്ക് വന്ന് നിന്നാൽ തന്നെ കറക്റ്റായിട്ട് ഗിയർ വീഴുള്ളൂ. ഇതുണ്ടല്ലേ, ഇത് കംപ്ലീറ്റ് ആയിട്ട് പോയിരിക്കുകയാണ്. അങ്ങനെ വരുമ്പോഴാണ് ഗിയറിൻ്റെ പ്രശ്നം കൂടുതലായിട്ടും വരുന്നത്. അത് മാത്രമല്ല ഇവിടെ ഒരു ക്ലിയറൻസ് ഉണ്ട്, ആ ക്ലിയറൻസിൻ്റെ ഗ്യാപ്പ് കമ്മിയായാലും ഈ സെയിം പ്രശ്നം തന്നെ വരും. ഇതിപ്പോൾ അത് സെക്കൻഡിൻ്റെ, ഇത് ഫസ്റ്റിൻ്റെ, അതും സെയിം അവസ്ഥയിലാണ്. കണ്ടില്ലേ, ഇതാണ് കംപ്ലയിൻറ്റ് വരുന്നത്. നമുക്കിതിപ്പോൾ റിങ് മാത്രമായിട്ട് മാറിയാലും മതിയാവും. നമുക്ക് ഹബ്ബായിട്ട് മാറ്റുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടെ ലൈഫ് കിട്ടും. നമുക്ക് ഹബ്ബായിട്ട് തന്നെ മാറ്റാൻ നോക്കാം. അതിൻ്റെ ലോക്ക് കാര്യങ്ങളൊക്കെ വരും, കംപ്ലീറ്റ് ആയിട്ട് മാറ്റാം. ഇതാണിപ്പോൾ പുതിയ സിങ്ക്രൊണൈസർ റിങ്. ഇതിപ്പോൾ ഇങ്ങനെ വരിക അല്ലേ, ഇതിൽ ഈ കട്ടിങ് കറക്റ്റായിട്ട് ലെവലായിട്ട് നിൽക്കുന്നത്, ഇങ്ങനെ വേണം നിൽക്കാനായിട്ട്. ഒറിജിനൽ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഒരെണ്ണത്തിൻ്റെ റേറ്റ് വന്നിട്ട് 1720 രൂപ വരുന്നുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിനകത്ത് സെറ്റ് ചെയ്യാൻ പറ്റും. ആയിട്ട് സിങ്ക്രൊണൈസർ റിങ് ഇതിനകത്ത് സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. വർക്കിങ്ങും കറക്റ്റ് പക്കയായിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമുക്ക് തിരിച്ച് അതിൽ കയറ്റാം. നമ്മുടെ സിയാസിൻ്റെ വർക്ക് ഫുള്ളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ നേരത്തെ കംപ്ലയിൻ്റ് ഉണ്ടായിരുന്നു പറഞ്ഞു കഴിഞ്ഞാൽ തേർഡിന്ന് സെക്കൻഡ് വീഴാൻ പ്രയാസമാണ്, അതുപോലെ സെക്കൻഡിൽ നിന്ന് ഫസ്റ്റ് വീഴാനും പ്രയാസമാണ്. പ്രയാസം എന്ന് പറഞ്ഞാൽ വീഴില്ല. പിന്നെ നമ്മൾ നിർത്തി തേർഡിലും ഫോർത്തിലൊക്കെ ഇട്ടിട്ട് വേണം പിന്നെ ഗിയർ ചേഞ്ച് ചെയ്താലേ അത് വീഴുള്ളൂ. സിങ്ക്രൊണൈസർ കംപ്ലയിൻ്റ് കൊണ്ട് തന്നെയാണ് അത് വന്നത്. ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല, അതിലൊരു ചെറിയൊരു കട്ടിങ് വീണിട്ടുണ്ട്. ആ കട്ടിങ് വീഴുമ്പോഴാണ് കറക്റ്റ് അലൈൻ ആവാതെ, ആ ടീത്ത് കറക്റ്റ് ആവാതെ വീഴാതിരിക്കുക. അങ്ങനെയാണ് കംപ്ലയിൻറ്റ്. സ്ഥിരം വരുന്ന കംപ്ലയിൻ്റാണ് സ്വിഫ്റ്റിനും ഇതിനുള്ള മാരുതിക്ക് സെക്കൻഡ് തേർഡ് അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കംപ്ലയിൻറ്റുകൾ വരുന്നത് ചാൻസ് കൂടുതലാണ്. അതുപോലെ മറ്റുള്ള വണ്ടി മഹീന്ദ്ര ബൊലേറോ അങ്ങനെയുള്ള വണ്ടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ തേർഡ് ഗിയറൊക്കെ ഇടുമ്പോൾ കറക്കുന്നൊരു സൗണ്ട് വരും. അങ്ങനെ ഒരു സൗണ്ട് വരികയാണെന്നുണ്ടെങ്കിൽ അത് സിങ്ക്രൊണൈസറിൻ്റെ കംപ്ലയിൻറ്റ് തന്നെയാണ്. അത് നമുക്ക് അതിൻ്റെ സിങ്ക്രൊണൈസർ അഴിച്ച് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ കംപ്ലയിൻറ്റ് ശരിയാവും. അപ്പോൾ ഇതിൽ വന്ന കംപ്ലയിൻറ്റ് ഫസ്റ്റും സെക്കൻഡും ആണ്. ഫസ്റ്റ് സെക്കൻഡ് നമ്മളിപ്പോൾ മാറ്റിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മളിപ്പോൾ ഫോർത്തിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ തേർഡ് ഇട്ടു, പക്കായിട്ട് വീഴുന്നുണ്ട്. ഇനിയിപ്പോൾ സെക്കൻഡ് കറക്റ്റായിട്ട് വീഴുന്നുണ്ട്. ഇപ്പോൾ ഒന്നുകൂടെ സ്ലോ ആക്കിയിട്ട്, ഫസ്റ്റ് ഗിയർ ഇടുമ്പോൾ എപ്പോഴും നല്ലോണം സ്ലോ ആക്കിയിട്ട് വേണം ഇടാനായിട്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ ഇല്ലെങ്കിൽ ഒട്ടും തന്നെ വീഴില്ല. കറക്റ്റ്, അപ്പോൾ കറക്റ്റ് തന്നെയാണ്. എപ്പോഴും സെക്കൻഡ് ഗിയർ റണ്ണിങ്, ഫസ്റ്റ് ഗിയർ റണ്ണിങ്ങിൽ എപ്പോഴും ഇടാൻ പാടില്ല. എന്ന് വെച്ചാൽ ടോർക്ക് കൂടി തന്നെ അത് ഇട്ടാൽ അങ്ങനെ പെട്ടെന്ന് വീഴില്ല, ഇടാനും പാടില്ല കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. സെക്കൻഡ് തേർഡ് ഫോർത്ത് അതൊക്കെ നമുക്ക് ഏത് സ്പീഡിൽ വേണമെന്നുണ്ടെങ്കിലും ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ, ഏത് സ്പീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓവർ 80 കിലോമീറ്റർ സ്പീഡിലല്ല, ഒരു 40 കിലോമീറ്റർ സ്പീഡിലൊക്കെ സെക്കൻഡ് വരെ കൊണ്ടുവന്നാൽ നമുക്ക് വലിയ ഇതുണ്ടാവില്ല. പക്ഷെ ഫസ്റ്റ് നമുക്ക് നിർത്തി തന്നെ ഇടണം, എന്നാലേ അത് കറക്റ്റ് ആവുള്ളൂ. തേർഡ് ഒന്നുകൂടെ സ്ലോ ആക്കി, സെക്കൻഡ് ഒന്നുകൂടെ നിർത്തി. നേരത്തെ ഇങ്ങനെ നിർത്തിയിട്ട് നമ്മൾ ഫസ്റ്റ് ഇട്ടാലും ഫസ്റ്റ് വീഴില്ല.
ഓക്കെ. ഗിയറും പക്ക സ്മൂത്ത് തന്നെയാണ്. ചെറിയൊരു കടിമാരി നമുക്ക് തോന്നുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ സിങ്ക്രണൈസർ പുതിയതായതുകൊണ്ട് ഒരു മൈന്യൂട്ട് കേട്ടോ, അല്ലാതെ ടൈറ്റ് ഫീൽ ആവുകയോ കടിച്ചു വീഴുന്ന പോലെ ഒന്നല്ല. ചെറിയൊരു ഫീലിംഗ്, ഒരു ഗ്രിപ്പോട് കൂടി വീഴുന്ന ഒരു ഫീലിംഗ് നമുക്ക് തോന്നും. അത് പുതിയ സിങ്ക്രണൈസർ ഇട്ടുകൊണ്ടാണ്. ഒരു 300 കിലോമീറ്ററോളം ഓടുമ്പോഴത്തേക്കും അത് പക്ക ക്ലിയർ ആവും. ബാക്കി നമ്മളിതിൽ ഗിയർ ബോക്സ് ഇറക്കിയപ്പോൾ അതിൻ്റെ കൂടെ തന്നെ നമ്മൾ അതിൻ്റെ ക്ലച്ചും റിലീസ് ബെയറിംഗ് കൂടെ മാറ്റിയിട്ടുണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ക്ലച്ച് ഏകദേശം ആയി, പിന്നെ അതും കൂടെ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ടാവും. പിന്നെ ക്ലച്ചിൻ്റെ പെഡലും നല്ലവണ്ണം ഫ്രീ ആയിട്ടുണ്ട്. ഇപ്പം നമ്മൾ മാരുതിയുടെ ഒറിജിനൽ പാർട്സ് തന്നെയാണ് ഇട്ടത്. ക്ലച്ച് സെറ്റിന് ഏകദേശം 3550 രൂപ അങ്ങാണ്ട് വരുന്നുണ്ട്. റിലീസ് ബെയറിങ്ങിനും അത് ഏകദേശം ആ റേഞ്ച് തന്നെ റേറ്റ് വരുന്നുണ്ട്. അപ്പോൾ അതും കൂടെ നമ്മൾ ഇതിനകത്ത് ചേഞ്ച് ചെയ്തിട്ടുണ്ട്. ക്ലച്ച് സെറ്റും കൂടെ മാറിയപ്പോൾ ഗിയർ ബോക്സിൻ്റെ പളി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗിയർ ഓയിലും കാര്യങ്ങളും കംപ്ലീറ്റ് നമ്മൾ ഇതിനകത്ത് ചേഞ്ച് ആക്കിയിട്ടുണ്ട്. പിന്നെ ഒരു കസ്റ്റമറുടെ കംപ്ലയിൻറ്റ് പറഞ്ഞാൽ ചെറിയൊരു വൈബ്രേഷൻ ഫീൽ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷേ നോർമലാണ്, വലിയ വൈബ്രേഷനോ കാര്യങ്ങളൊന്നുമില്ല. എഞ്ചിൻ ബെഡും ഓക്കെ തന്നെയാണ്. പക്ഷേ അത്രയ്ക്ക് അങ്ങ് ഹെവി ആയിട്ടൊന്നുമില്ല. കസ്റ്റമർ ആ ഒരു മൈന്യൂട്ട് തന്നെയാണ് പറഞ്ഞുള്ളൂ, ചെക്ക് ചെയ്യണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. പക്ഷേ ആ ഒരു ഫീലിംഗ് നമുക്ക് ഇതിനകത്ത് കിട്ടണില്ല. ഓക്കെ തന്നെയാണ് വണ്ടി. പിന്നെ റോഡ് ഷോക്കിൻ്റെ ഒരു ചെറിയൊരു വൈബ്രേഷൻ അതെല്ലാ വണ്ടിക്കും ഉണ്ടാവും, അത് മാത്രമേ ഉള്ളൂ. വേറെ കംപ്ലൈൻറ്റോ കാര്യങ്ങളൊന്നുമില്ല, വണ്ടി പക്ക തന്നെയാണ്. ഇപ്പോൾ മെയിനായിട്ട് വന്നാൽ നമുക്ക് ഗിയറിൻ്റെ പണിയാണ്, അത് ഫുള്ളി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയിലേക്ക് കാണുന്നവരെല്ലാവർക്കും